ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഗായത്രി മന്ത്രത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഋഗ്വേദത്തിലെ ഏറ്റവും പ്രമുഖവും വിശിഷ്ടവുമായ മന്ത്രമാണ് ഗായത്രി. ഗായത്രി എങ്ങനെ ചൊല്ലാം? ആത്മീയമായ അന്തരീക്ഷം മനസ്സിലും ചുറ്റുപാടിലുമുള്ള സമയത്ത് വേണം ഗായത്രി ചൊല്ലുവാൻ. ബലസിദ്ധി കാക്ഷിച്ചുകൊണ്ടും സ്വാർത്ഥബുദ്ധിയോടു കൂടിയും ഗായത്രി ജപിച്ചതുകൊണ്ട് അർത്ഥമില്ല. ഗായത്രി അമ്മയാണ്. അമ്മയെ ബലേച്ഛയോടുകൂടി സമീപിക്കരുത്. ഒന്നും ആവശ്യപ്പെടാതെ തന്നെ മക്കൾക്ക് സംരക്ഷണവും സമൃദ്ധിയും നൽകുന്നവളാണ് അമ്മ. ഗായത്രി ഒരു ദിവസത്തിൽ 3 തവണ ചൊല്ലാം. അതായത് 3 സന്ധ്യകളിൽ, ഉഷസന്ധ്യയിലും മധ്യാഹ്ന സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും. ഗായത്രിയാകാം പത്മാസനത്തിലിരുന്നു കൊണ്ട്, ശുഭ്രവസ്ത്രം ധരിച്ചും ഈറനോടെ നിന്നുകൊണ്ട് കുളി കഴിഞ്ഞ ഉടനെയും ഗായത്രി ചൊല്ലാം. ഏറ്റവും കുറഞ്ഞത് 21 തവണയെങ്കിലും ചൊല്ലുന്നത് നന്ന്. 101 തവണയെങ്കിൽ ഏറ്റവും ഉത്തമം. വാസ്തവത്തിൽ ഗായത്രി സംസ്കൃത ഭാഷയിലുള്ള ഒരു ഛന്ദസ്സാണ്. ഛന്ദസ് എന്നാൽ വൃത്തം. ഈ വൃത്തത്തിൽ രചിക്കപ്പെട്ടതിനാലാണ് ഗായത്രി എന്ന് ലഭിച്ചത്. ഗായത്രി വൃത്തത്തിൽ 24 അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. അതാണ് ത്രിപാദ ഗായത്രി. ഇനി ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഗായത്രി ആരംഭിക്കുന്നത് പ്രണവമന്ത്രമായ ഓം എന്നതിൽ നിന്നാണ്. മനനേ ത്രായതേ അനേനതി മന്ത്രഃ എന്നാണ് മന്ത്രനിരുക്തം. മനനം ചെയ്യുന്ന മാത്രയിൽ അത് ജപിക്കുന്നവരെ സംരക്ഷിക്കുന്നു എന്നർത്ഥം. ഓം എന്ന പ്രണവത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഏതൊരു കർമ്മവും സ്വാർത്ഥമാകുന്നു എന്ന് ഉപനിഷത്ത് വാക്യം. ഋഗ്വേദത്തിൽ 3, ഭൂർ, യജുർ വേദത്തിൽ നിന്ന് ഭുവ, സാമവേദത്തിൽ നിന്ന് സ്വഹ എന്നീ 3 ബീജമന്ത്രാക്ഷരങ്ങൾ പ്രജാപതി കറന്നെടുത്തുവെന്ന് അതിൽ നിന്നാണത്രേ പ്രണവമന്ത്രമായ ഓം ഉണ്ടായത്. എല്ലാ പ്രാർത്ഥനകളിലും ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഞങ്ങൾ എന്നാണ്. വയം എന്ന സംസ്കൃത വാക്കോ അതിൻ്റെ ഭേദങ്ങളോ കൂടുതലും ഉപയോഗിക്കുന്നു. ഞാൻ എന്ന അർത്ഥം വരുന്ന അഹമാകട്ടെ ആ അർത്ഥത്തിൽ വിരളമാണ് താനും. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും സ്വാർത്ഥമാകുന്നത് ഞങ്ങളിലൂടെയാണ്, എന്നിലൂടെ അല്ല. ഞങ്ങൾക്ക് വേണ്ടി മഴ പെയ്യണമേ, ഞങ്ങൾക്ക് വേണ്ടി സൂര്യൻ ഉദിക്കുകയും നക്ഷത്രങ്ങൾ പ്രകാശിക്കുകയും ചെയ്യണമേ, ഞങ്ങളുടെ ദുരിതങ്ങൾ അകറ്റണമേ എന്നാണ് പ്രാർത്ഥനാരീതി. ഇവിടെ ഗായത്രി മന്ത്രത്തിലും സ്ഥിതി മറ്റൊന്നല്ല. ഇതിൽ 2 തവണയാണ് ഞങ്ങൾ ആവർത്തിക്കുന്നത്. അതിലൊരു പാരായണക്രമത്തിൻ്റെ, നാമജപത്തിൻ്റെ ആവർത്തന ശ്രുതി ആന്തരികമായി നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ധീമഹി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.